നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമുക്ക് ഈ പറമ്പുകളിലൊക്കെ ഉണ്ടാകുന്ന മുറ്റത്തൊക്കെ ഉള്ള പുല്ല്, പറമ്പിൽ കുറെ കൂടുതലായിരിക്കും, മുറ്റങ്ങളിൽ ചില ഭാഗങ്ങളിലൊക്കെ വളരെ വളരെ വൃത്തികെട്ട രീതിയിൽ തന്നെ നമുക്ക് അത് അനുഭവപ്പെടും. നല്ല ക്ലീനായി കിടക്കണം മുറ്റത്തൊക്കെ, ഇങ്ങനെ അവിടെ പുല്ലുകൾ. ഇതെങ്ങനെ പറിച്ച് ഒഴിവാക്കി കഴിഞ്ഞാൽ അത് വീണ്ടും വരും. ഇങ്ങനെ പലയിടത്തായിട്ട് ഇങ്ങനെ കാണും. നമ്മുടെ വീടിൻ്റെ തറയുടെ ഭാഗത്ത്, അങ്ങനെ കുറേ ഭാഗങ്ങളിൽ ഇപ്പം എങ്ങനെ നമ്മൾ തൂത്തുവാരി കളഞ്ഞു കഴിഞ്ഞാലും നമുക്കത് വീണ്ടും അത് മുളച്ചു വരുന്നതും ഒക്കെ കാണും. അതിപ്പോൾ എങ്ങനെയായാലും വരും. പക്ഷേ നമുക്ക് പെട്ടെന്ന് കളയാനുള്ളൊരു വിദ്യ എന്ന് പറഞ്ഞാൽ കെമിക്കലായിട്ട് പല മരുന്നുകൾ നമുക്ക് ഇവിടെ ലഭ്യമാണ്. പിന്നെ സാങ്കേതികമായിട്ട് നമ്മൾ സ്വയം ഉണ്ടാക്കുന്ന ഉപകരണങ്ങളും, പിന്നെ പല ഉപകരണങ്ങൾ നമുക്ക് വളം വെക്കുന്ന കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. മാന്തി എടുക്കുന്നതും അരിഞ്ഞെടുക്കുന്നതും ഒക്കെ. അപ്പോൾ ഞാൻ രണ്ടും കാണിക്കാം. ഒന്ന് കെമിക്കൽ വെച്ചിട്ടുള്ള ആദ്യത്തെ സംഭവം നമ്മളെങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നോക്കാം. കെമിക്കൽ നമ്മൾ മേടിക്കുമ്പോൾ അതിന് അത്യാവശ്യം മാർക്കറ്റിൽ നല്ല രീതിയിൽ തന്നെ ഉള്ള വില നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നമുക്കിതൊന്ന് പരീക്ഷിച്ച് നോക്കാം. അത്യാവശ്യം തരക്കേടില്ലാതെ വളരെ നീറ്റായിട്ട് കിടന്നിരുന്നൊരു മുറ്റാണത്. പക്ഷേ ഈ ഇടയ്ക്ക് വെച്ചുണ്ടായ നമ്മുടെ ഈ വേനൽ മഴയിലാണ് ഇപ്പോൾ ഈ പുല്ലുകൾ ഇത്ര രൂക്ഷമായിട്ടാണ് വളർന്നത്. നമ്മളിവിടെയൊക്കെ കൈക്കോട്ട് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ മുറ്റൊക്കെ കിളഞ്ഞു പോകും. അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങൾ ഇതൊക്കെയാണ്. ഈ റൗണ്ടപ്പ് എന്ന് പറയുന്ന ഒരു കെമിക്കലാണ് നമ്മളിത് പുല്ല് കളയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു സ്പ്രെയർ ചെയ്യാൻ പറ്റിയൊരു സ്പ്രേ ബോട്ടിൽ, ഇത് 2 ലിറ്ററിൻ്റെയാണ്, ഇവിടെ ഉള്ള സ്റ്റോക്കുള്ളതാണ്. പിന്നെ ഒരു ജഗ്, പിന്നെ നമുക്ക് ml അളക്കാൻ. കാര്യം ഇത് 25 ml 1 ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ ചെയ്യേണ്ടത്. അതിനുള്ള ഒരു മെഷർമെൻറ്റ് ഗ്ലാസും കൂടെ വേണം. അങ്ങനെ നമ്മൾ ഒരു 25 ml നമ്മൾ അളന്നെടുത്തിട്ടുണ്ട്. ഈ ലിക്വിഡ് അത് നമ്മൾ സ്പ്രെയറിലേക്ക് ഒഴിക്കുകയാണ്. ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. കാര്യം ഇതിനൊക്കെ വല്ല അലർജി റിയാക്ഷൻ പോലെയുള്ള എല്ലാ സംഭവങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. ഞാനിത് ആദ്യമായിട്ട് ഉപയോഗിക്കുകയാണ്. ഇതിൻ്റെ റിസൾട്ടൊക്കെ എങ്ങനെയുണ്ടെന്ന് വരെ അറിയില്ല. ഇങ്ങനെ നല്ലൊരു പരസ്യം ഉള്ളൊരു മെറ്റീരിയലാണിത്. കാരണം മിക്കപ്പോഴും നമ്മൾ ഫേസ്ബുക്കൊക്കെ തുറന്നു കഴിഞ്ഞാൽ മിക്ക ദിവസങ്ങളിലും ഇതിൻ്റെയൊക്കെ പരസ്യം ഫേസ്ബുക്കിൽ നിറഞ്ഞു നിൽക്കാറുണ്ട്. അങ്ങനെ തോന്നിയിട്ടാണ് ഇത് മേടിച്ചത് തന്നെ. ഏതായാലും നമുക്ക് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് 1 ലിറ്റർ വെള്ളം കൂടി ഇതിനകത്തേക്ക് ഒഴിക്കാം. ഞാനിവിടെ അരിപ്പ് വെച്ചാണ് ഒഴിക്കുന്നത്. നല്ല ശുദ്ധജലമൊക്കെ തന്നെയാണ്. പക്ഷേ ടാങ്കിൽ നിന്ന് കിണറ്റിൽ നിന്ന് എങ്ങനെ ചെറിയ കരട് വന്നു കഴിഞ്ഞാൽ സ്പ്രെയർ കേടുവരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ സ്പ്രെയർ ബോട്ടിലൊക്കെ നല്ല ടൈറ്റ് ചെയ്ത് അടച്ച്, പിന്നെ നമുക്കിതിൽ എയറൊക്കെ നിറച്ച് ഫുള്ളാക്കി നമുക്ക് ഇപ്പം പുല്ലുള്ള ഭാഗത്തേക്ക് നമുക്ക് പോവാം. അവിടെ ചെയ്യേണ്ട ഭാഗത്തേക്ക് നമുക്ക് പോവാം. ഇപ്പോൾ സമയം തന്നെ ഏകദേശം ഉച്ചയ്ക്ക് 12 മണിയായിട്ടുണ്ട് കേട്ടോ. നല്ല വെയിലാണ്. ഇത് ചെയ്യുമ്പോൾ വെയിൽ വേണമെന്നാണ് പറയുന്നത്. മഴ ഉണ്ടാകുന്ന സമയത്ത് ഇത് അടിക്കാൻ പറ്റില്ല. ഞാനിത് ചെയ്യുന്ന സ്ഥലം നിങ്ങൾ നല്ല നോട്ട് ചെയ്ത് വെച്ചോ. ഞാനിതിൻ്റെ അപ്ഡേഷൻ കാണിക്കുമ്പോൾ നിങ്ങൾ ഇനി വേറെ ഭാഗത്ത് കാണിച്ചെന്ന് പറയാൻ നിൽക്കണ്ട. അപ്പോൾ പ്ലേസൊക്കെ നല്ല നോക്കി വെച്ചത്. ഈ കെട്ടിൻ്റെ അടുത്ത് അവിടെ പിന്നെ പ്ലാവ് മരമുണ്ട്, തൈ വെച്ചിട്ടുണ്ട്, നോക്കി വെച്ചോ. ഇതിപ്പോൾ വീടിനോട് ചേർന്നുള്ള തറയുടെ ഭാഗമാണ്. അവിടെയും കുറച്ചധികം നല്ല രീതിയിൽ തന്നെ പുല്ലുണ്ടായിരുന്നു. അപ്പോൾ അവിടെയും കൂടി നമ്മൾ മൊത്തത്തിൽ 1 ലിറ്റർ എടുത്തുള്ളൂ. പക്ഷെ ഇത് തികയാതെ വന്നു. ഇനിയിപ്പോൾ ഒരു സ്ഥലം കൂടി ഒന്ന് പരീക്ഷിക്കാനുണ്ട്. ഇതിപ്പോൾ നമ്മൾ മുറ്റത്ത് വിരിച്ച ടൈലിൻ്റെ ഗ്യാപ്പിൽ കൂടി മുളച്ചു വന്ന പുല്ലാണ്. അത് കേട്ടിപ്പോൾ ഇത് മൊത്തം ഉണ്ട്. ഇതൊരു വൃത്തികേടായിട്ടാണ് കിടക്കുന്നത്. അത് നല്ല ഭംഗിയിൽ മുളച്ചു വരാമെങ്കിൽ നന്നായിരുന്നു. ഏതായാലും നമ്മുടെ ലിക്വിഡും കഴിഞ്ഞു. ഇനി നോക്കാം. 200 ml ഈ ബോട്ടിലിന് 225 രൂപയാണ് വില. മേടിച്ചിട്ട് കുറച്ച് നാളായി. ഇപ്പം കൂടി കാണും എന്തായാലും. പക്ഷേ ഇതൊക്കെ ചെയ്തിട്ടും നമ്മുടെ പുല്ല് പോലെ തന്നെ. അവർ 3 ദിവസമാണ് പറഞ്ഞത്. 3 ദിവസം കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോഴും
പുല്ലിന് ഒരു അനക്കവും സംഭവിച്ചിട്ടില്ല. പോരെ. അങ്ങനെ നിരാശനായിരുന്ന ഞാൻ സ്വന്തമായിട്ട് തന്നെ ഒരു പുല്ലുവെട്ടി യന്ത്രം ഉണ്ടാക്കി. നമുക്ക് അതും കൂടി ഒന്ന് കാണാം. ഈ ഉപകരണം ഉണ്ടാക്കാൻ അധികം പൈസയൊന്നും ചിലവായിട്ടില്ല. 15 രൂപൻ്റെ ഒരു ഐസോ ബ്ലേഡ് കാര്യമായിട്ട് കാശ് കൊടുത്ത് മേടിച്ച സാധനമുള്ളൂ. പിന്നെ അതിൻ്റെ ഹാൻഡിൽ ഇവിടെ ഉണ്ടായിരുന്നൊരു പഴയ മോപ്പില്ലേ, നമ്മൾ വെള്ളം തുടയ്ക്കുന്ന അതിൻ്റെ ഒരു ഹാൻഡിലും പിന്നെ ഒരു പട്ടിക കഷ്ണം അതിങ്ങനെ ചരിച്ച് ഐസോ ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്ത് ഈ ബ്ലേഡ് ഇങ്ങനെ ചരിച്ച് വെച്ച് അതിൽ 2 ഹോള് കാണുമല്ലോ ഐസോ ബ്ലേഡിൽ, അതിനകത്ത് ചെറിയൊരു 3/4 ഇഞ്ചിൻ്റെ 2 സ്ക്രൂ ചെയ്തിട്ട് ഇങ്ങനെയാണ് ഒരു ഉപകരണം ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് വളരെ സുഖമായിട്ട് തന്നെ നമുക്ക് പുല്ല് വടിച്ചെടുക്കാൻ പറ്റും. മണലടക്കം വരിക. ഇതിനിപ്പോൾ നമ്മളിങ്ങനെ വടിച്ചു കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. വളരെ ഈസി ആയിട്ട് തന്നെ പോരും. ഈ ചെറിയ ചെറിയ പുല്ലുകൾ പ്രത്യേകിച്ച് വരും. വലിയ പുല്ലാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ബുദ്ധിമുട്ടുണ്ടാകും. ഇത് ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ ഇതിനെ നമുക്ക് വരണ്ടി ഇങ്ങനെ എടുക്കാൻ പറ്റും. ഇത് പോരാൻ വിഷമമായിട്ട് നിങ്ങൾക്ക് തോന്നും. അത് കാര്യം ഞാൻ ഒരു കയ്യിൽ ഫോണ് റെക്കോർഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് കൊണ്ടിട്ടുള്ള കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒറ്റ കൈ കൊണ്ടാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ക്ലിയറായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാതിരിക്കാൻ പറ്റും. നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. വളരെ ഈസി ആയിട്ട് തന്നെ എല്ലാ പുല്ലും പോരും. ഈ മണലിങ്ങനെ കളഞ്ഞു പോകും കുറച്ചുകൂടെ. അതിന് നമ്മളിതെല്ലാം വടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് നമ്മൾ അടിക്കുന്ന ബ്രഷ് ഉണ്ടല്ലോ, ഈ പുറത്ത് ഇലകളൊക്കെ അടിച്ച് വാരിയെടുക്കുന്ന ബ്രഷ്, അത് ഉപയോഗിച്ചിട്ട് മേലുന്ന ഈ പുല്ല് മാത്രം നമുക്ക് വടിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഇതുപോലുള്ളൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആ മേലുള്ള പുല്ല് മാത്രം ഇങ്ങനെ വടിച്ചെടുക്കാം, മണൽ പോവാതെ. കാരണം നമ്മളിത് അത് ഉപകരണം വെച്ച് വടിക്കുമ്പോൾ മണൽ അവിടെ കിളഞ്ഞ് വരും. നമ്മൾ മേലെന്ന് ഈ പുല്ല് മാത്രം ഇങ്ങനെ വടിച്ചെടുത്താൽ മതി. ഇത് അത്ര എളുപ്പത്തിൽ തന്നെ അങ്ങോട്ട് പോരും. വലിയ ഞാനിപ്പോൾ ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഞാൻ കയ്യിൽ ക്യാമറ ഉണ്ടായത് കൊണ്ടിട്ടാണ് ആ ഒരു ബുദ്ധിമുട്ട് എനിക്കുള്ളത്. പക്ഷെ നമ്മൾ 2 കൈ ഉപയോഗിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ പോരും. നമ്മൾ നേരെ മറിച്ച് ഒരു ലിക്വിഡ് മേടിക്കണം എന്നുണ്ടെങ്കിൽ നേരത്തെ കാണിച്ച റൗണ്ടപ്പിൻ്റെ ലിക്വിഡിൽ തന്നെ ഏകദേശം 225 രൂപ വരുന്നുണ്ട്, 200 ml. അപ്പോൾ നമുക്ക് കൂടുതൽ ഇതിൽ വേറെ പണിയൊന്നുമില്ലല്ലോ, കുറച്ച് എക്സസൈസും ആവും, നമുക്ക് മുറ്റമൊക്കെ വൃത്തിയാക്കി എടുക്കാനും പറ്റും. ഇതാണിപ്പോൾ ബ്ലേഡ് വെച്ച് ക്ലീൻ ചെയ്ത് ശേഷമുള്ള അവസ്ഥ. പുല്ലെല്ലാം ഞാൻ അടിച്ച് കൂട്ടിയൊരു ഭാഗത്തേക്ക് വെച്ചാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ക്ലിയർ ആയിട്ടുണ്ട്. ഉപകരണം ഉപയോഗിച്ചുള്ള പുല്ല് വെട്ടലൊക്കെ കഴിഞ്ഞ് പഴയ സ്ഥലത്ത് ചെന്നപ്പോൾ പുല്ലിനൊക്കെ കരിഞ്ഞിട്ടുണ്ട്. നേരത്തെ ഞാൻ നിങ്ങളോട് അതിനാണ് സ്ഥലം നോക്കി വെക്കാൻ പറഞ്ഞത്. അതേ സെയിം പ്ലേസ് കണ്ടില്ലേ, ആ പ്ലാവിൻ്റെ തൈകളൊക്കെ പുല്ല് കരിഞ്ഞു വന്നു. ഇതിപ്പം ഒരാഴ്ചക്ക് ശേഷമാണത്. നല്ല രീതിയിൽ തന്നെ കരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാഴ്ച വരെ എന്തായാലും വെയിറ്റ് ചെയ്യണം എന്നുള്ളത് ഉറപ്പായി. ഇപ്പോൾ നമ്മൾ മുറ്റത്തെ ടൈലിട്ട ഭാഗങ്ങളിൽ ആ ഗ്യാപ്പുകളിൽ കൂടി മുളച്ചു വന്ന പുല്ലാണ് ആയിരുന്നല്ലോ. നല്ല രീതിയിൽ തന്നെ ഉണങ്ങിയിട്ടുണ്ട്. നമുക്ക് മറ്റതും കൂടി നോക്കാം. നമുക്ക് ഇത് നമ്മൾ ആ തറയുടെ സൈഡിൽ ഉണ്ടായിരുന്ന പുല്ലുകളാണ്. ഇതും പൂർണ്ണമായിട്ട് തന്നെ ഉണങ്ങിയിട്ടുണ്ട്. ഇവിടെ ശരിക്കും കരിഞ്ഞു പോയിരിക്കുകയാണ്, കംപ്ലീറ്റ് ഉണങ്ങിപ്പോയി. ആ പ്ലാവത്തെ നമ്മൾ അടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. വീട്ടാവശ്യത്തിന് വേണ്ടി വെച്ച മറ്റു ചെടികളിലൊന്നും തട്ടാതെ തന്നെ വളരെ ശ്രദ്ധിച്ച് വേണം നമ്മളിത് കൈകാര്യം ചെയ്യാൻ. ഇത് കുട്ടികളുടെ അടുത്തൊന്നും ഉപയോഗിക്കരുത്. അതേപോലെ കയ്യും മുഖമൊക്കെ മറച്ച് വേണം ചെയ്യാൻ. അതിന് ശേഷം കയ്യും മുഖമൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.